തിരുവനന്തപുരത്ത് ക്ഷേത്രം പണിയാൻ സ്ഥലം വിട്ടുകൊടുക്കാത്തതിന് ദമ്പതികൾക്ക് മർദ്ദനം. കരിക്കകം സ്വദേശി അനീഷിനും ഭാര്യ ആര്യയ്ക്കുമാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. കയ്യേറ്റം ചെയ്ത് എന്നെ കൂടെ ചേർത്ത് വീഡിയോ എടുക്കണം. എന്നെ കൂടെ ചേർത്ത് കയ്യേറ്റം ചെയ്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുന്നു. അർജുൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ആരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? ലക്ഷ്മി, ഈ സംഭവം നടക്കുന്നത് ഇന്നലെയാണ്. ഈ അനീഷിനും ആര്യയ്ക്കും കരിക്കകത്ത് 10 സെന്റ് സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് ഈ 10 സെന്റിൽ നിന്ന് 3 സെന്റ് സ്ഥലം ക്ഷേത്രം പണിയാൻ വേണമെന്ന് ഈ കരിക്കകത്ത് തന്നെ ഒരു സംഘം ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 3 സെന്റായി നൽകാൻ കഴിയില്ല. ഒന്നെങ്കിൽ ഒരുമിച്ച് ഭൂമി ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഭൂമി വിട്ടുതരാൻ താല്പര്യമില്ലെന്നാണ് ഈ ദമ്പതികൾ അറിയിച്ചത്. പക്ഷേ അങ്ങനെ അവർ പറഞ്ഞതിന് ശേഷം ഇക്കഴിഞ്ഞ 13-ാം തീയതി ഒരു സംഘം ഇവരുടെ പുരയിടത്തിൽ അതിക്രമിച്ച് കയറുകയും അവിടെ വിളക്ക് സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട അനീഷ് പേട്ട പോലീസിൽ പരാതി നൽകി. പോലീസ് ഈ ഇവരുടെ അനീഷിന്റെ സ്ഥലത്ത് കയറരുതെന്ന് എതിർ വിഭാഗത്തിന് നോട്ടീസ് നൽകി ഈ കേസ് ഒത്തുതീർപ്പാക്കി വിട്ടയച്ചതാണ്. പക്ഷേ പിറ്റേന്ന് ഈ സംഘം വീണ്ടും അവിടെ അതിക്രമിച്ച് കയറുകയും അവിടെ വിളക്ക് കത്തിച്ച് പൂജ നടത്തുകയും ചെയ്തു. തുടർന്ന് അനീഷ് കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് വാങ്ങിക്കൊണ്ട് എതിർ കക്ഷികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. പക്ഷേ ഈ എതിർ സംഘം ഏതെങ്കിലും തരത്തിൽ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. വീണ്ടും ഈ പുരയിടത്തിൽ അതിക്രമിച്ച് കയറിക്കൊണ്ട് അവർ വീണ്ടും വിളക്ക് കത്തിക്കുന്നത് തുടരുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഇന്നലെ അനീഷും ഭാര്യയും ആ സ്ഥലത്തെത്തി അവിടെ ഗേറ്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതാണ് ഈ സംഘം എതിർക്കുകയും പിന്നീട് ഈ ദമ്പതികളെ മർദ്ദിക്കുകയും ചെയ്യുന്നതിലേക്ക് എത്തിയത്. രണ്ടുപേർക്കും ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റിട്ടുള്ളത്. അനീഷിനെ മർദ്ദിച്ചതിന്റെ ദൃശ്യമാണ്, ഭാര്യയാണ് അത് പകർത്തിയത്. ആ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സമയത്ത് കുറെ പേര് ഇവരെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ പ്രധാനപ്പെട്ട ആൾ ഇവരെ പിന്തിരിയാതെ ഇവരെ മർദ്ദിക്കുന്നതാണ് കാണുന്നത്. തുടർന്ന് പേട്ട പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കരിക്കകം സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ, അതായത് ദൃശ്യങ്ങളിൽ കാണുന്ന മർദ്ദിക്കുന്ന ആളെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ISROയിലെ ഉദ്യോഗസ്ഥനാണ് അനീഷ് മലയൻകീഴ് സ്വദേശിയാണ്. പക്ഷെ അനീഷിന് കരിക്കകത്ത് 10 സെന്റ് സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ സ്ഥലം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിരന്തരം ഒരു സംഘം ഇവരെ ശല്യപ്പെടുത്തുന്നത്. പക്ഷേ അതിന് തയ്യാറല്ലെന്ന് പറയുന്നതിന് ശേഷം ക്രൂരമായ അതിക്രമവും അല്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ ഒരു സംഘം മാറിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അവിടെ സംഘർഷം ഉണ്ടാവുകയും ഈ ദമ്പതികൾക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തത്. രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഇതിലെ മുഖ്യപ്രതി കരിക്കകം സ്വദേശി രാജേന്ദ്രനാണ്. അയാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അർജുൻ രാജ്, തിരുവനന്തപുരത്ത് നിന്ന്.